ഉൽപ്പത്തി 19 ലോത്തിന്റെ കഥ മലയാളത്തിൽ ഒരു ചുരുക്കുകഥ. സൊദോം എന്ന പട്ടണം ദുഷ്ടത കൊണ്ടും അനീതി കൊണ്ടും നിറഞ്ഞിരുന്നു. ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ താമസിച്ചിരുന്ന നീതിമാനായ ലോത്തിനെ രക്ഷിക്കുവാൻ ദൈവം 2 ദൂതന്മാരെ അയച്ചു. സന്ധ്യാസമയത്ത് ദൂതന്മാർ സൊദോമിലെത്തി. പട്ടണവാതിൽക്കൽ ഇരുന്നുകൊണ്ടിരുന്ന ലോത്ത് അവരെ കണ്ടു തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദ്യം അവർ നിരസിച്ചെങ്കിലും ലോത്ത് നിർബന്ധിച്ചതിനാൽ അവർ വീട്ടിൽ പ്രവേശിച്ചു. ലോത്ത് അവർക്കായി ഭക്ഷണം ഒരുക്കി. അന്ന് രാത്രി സൊദോമിലെ ദുഷ്ടന്മാർ വീട്ടിനെ വളഞ്ഞു ദൂതന്മാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ലോത്ത് അവരെ തടയാൻ ശ്രമിച്ചു. അപ്പോൾ ദൂതന്മാർ ലോത്തിനെ വീട്ടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി പുറത്തുണ്ടായിരുന്നവരെ കുരുടരാക്കി. ശേഷം ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും ഉടൻ ഈ പട്ടണം വിട്ടുപോവുക. ദൈവം ഈ സ്ഥലത്തെ നശിപ്പിക്കാനിരിക്കുകയാണ്. പുലർച്ചെയാകുമ്പോൾ ദൂതന്മാർ ലോത്തിനെയും ഭാര്യയെയും 2 പുത്രിമാരെയും നഗരത്തിനു പുറത്തേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു, പിന്നോട്ട് നോക്കരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക. ലോത്തും കുടുംബവും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ലോത്തിന്റെ ഭാര്യ പിന്നോട്ടു നോക്കി. അപ്പോൾ അവൾ ഉപ്പുതൂണായി മാറി. അതിനുശേഷം ദൈവം സൊദോമിനെയും ഗൊമോരയെയും അഗ്നിയാലും ഗന്ധകത്താലും നശിപ്പിച്ചു. പക്ഷേ ലോത്തും പുത്രിമാരും രക്ഷപ്പെട്ടു. ഈ കഥ അനുസരണയുടെയും ദൈവവിശ്വാസത്തിന്റെയും പ്രാധാന്യം പഠിപ്പിക്കുന്നതായി പലരും കരുതുന്നു.